കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഓക്സിലറീസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഹെൽപ്പിംഗ് വേർബ്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നവരാണ് ഈ ഓക്സിലറി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുഡ് എന്താണെന്ന് പഠിച്ചു, വുഡ്, ഇവ തമ്മിലുള്ള വ്യത്യാസം, കുഡ്ഹാവ്, വുഡ്ഹാവ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ റീസെന്റ് ആയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത് നിങ്ങൾ നോക്കുക. ഞാൻ അതിന്റെ എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഷുഡ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കൂ, നീ പച്ചക്കറികൾ കഴിക്കണം. നമ്മൾ കുട്ടികളോടൊക്കെ പറയുന്ന കാര്യമാണ്, നീ പച്ചക്കറി കഴിക്കണം. പിന്നെ നമ്മൾ പറയും രാവിലെ എഴുന്നേക്കണം, അത് രാവിലെ തന്നെ എഴുന്നേക്കണം. അത് നല്ലൊരു ഹാബിറ്റാണ്. ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കൂ, നല്ലൊരെണ്ണമാണ് കേട്ടോ. അവരെ ഈ ഫോം പൂരിപ്പിക്കണം. നമ്മൾ ചില സ്ഥലത്തൊക്കെ ചെന്നാൽ നമ്മളോട് പറയും ഈ ഫോം പൂരിപ്പിക്കണം കേട്ടോ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവിടെയെല്ലാം കോമൺ ആയിട്ട് എന്തുണ്ട് അല്ലേ? കഴിക്കണം, എഴുന്നേൽക്കണം, പൂരിപ്പിക്കണം എന്നുള്ള ഒരു നമ്മുണ്ട്. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് എന്താണ്? ഷുഡാണ് നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഷുഡ് കേട്ടോ, SHOULD. ഷുഡ് ഒരു ഓക്സിലറി ആണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, നീ പച്ചക്കറികള് കഴിക്കണം. അപ്പൊ എങ്ങനെയാ? നമുക്ക് സബ്ജക്റ്റ് വേണം, യു, കഴിക്കണം. നമ്മുടെ സെന്റൻസിന്റെ അവസാനത്തേക്ക് നമ്മൾ പോയി ഷുഡ്, കഴിക്കുക, ഈറ്റ് ആണ്. ഷുഡ് ഒരു ഓക്സിലറി ആണ്, അതുകൊണ്ട് നമുക്ക് V1 ആണ് വേണ്ടത്. യു ഷുഡ് ഈറ്റ് മോർ വെജിറ്റബിൾസ്. കുറേ വെജിറ്റബിൾസ് നീ കഴിക്കണം. വെജിറ്റബിൾസ്, മോർ വെജിറ്റബിൾസ്, കുറേ കൂടുതൽ വെജിറ്റബിൾസ്, പച്ചക്കറികൾ നീ കഴിക്കണം. യു ഷുഡ് ഈറ്റ്. നമ്മളിവിടെ കൊടുത്തിട്ടില്ലേ, പച്ചക്കറികൾ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് വെജിറ്റബിൾസ് എന്ന് മാത്രം കൊടുത്താൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇനി മോർ എവിടെയാന്ന് അന്വേഷിച്ചാലോ. യു ഷുഡ് ഈറ്റ് വെജിറ്റബിൾസ്, നീ പച്ചക്കറികൾ കഴിക്കണം. അപ്പൊ എന്താണ് ഷുഡ് ഈറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? കഴിക്കണം. അപ്പൊ നീ യു ആയി. ക്ലിയർ ആയല്ലോ? നീ അതിരാവിലെ എഴുന്നേൽക്കണം. അപ്പൊ നമുക്ക് യു, നീ നമുക്ക് പറയണം. എഴുന്നേൽക്കണം എന്നെങ്ങനെ പറയുക? ഷുഡ് ഗെറ്റ് അപ്പ്. ഷുഡ് ഗെറ്റ് അപ്പ്. അതിരാവിലെ, മോർണിംഗ് എന്ന് പറഞ്ഞാൽ പോരാ, ഏർലി മോർണിംഗ്, നേരത്തെ, ഏർലി മോർണിംഗ്. യു ഷുഡ് ഗെറ്റ് അപ്പ്. ഷുഡ് ഗെറ്റ് അപ്പ് എന്താണ്? എഴുന്നേൽക്കണം, ഏർലി മോർണിംഗ്. ക്ലിയർ ആയി വരുന്നുണ്ടല്ലോ? അവർ ഈ ഫോം പൂരിപ്പിക്കണം. പൂരിപ്പിക്കണം എന്നല്ലേ നമുക്ക് വേണ്ടത്. അപ്പോ they should fill out this form. should fill out, പൂരിപ്പിക്കണം. should fill out, പൂരിപ്പിക്കണം. അപ്പൊ എന്തായി? നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, പോകണം, പറയണം എന്ന് നമുക്ക് പറയണമെങ്കിൽ ഷുഡാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഷുഡിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? നമ്മെന്ന ഒരർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് ഞാൻ പറയാണ്, ഐ ഷുഡ് ഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് പോകണം. they should eat, അവർക്ക് കഴിക്കണം. we should sleep, ഞങ്ങൾക്ക് ഉറങ്ങണം. should sleep, ഉറങ്ങണം. he should take, അവന് എടുക്കണം. അപ്പൊ എന്താണ്? എന്ത് കാര്യവും നമുക്ക് ചെയ്യണം. ഈ നമ്മു വരുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഷുഡാണ്. അപ്പൊ ഷുഡിന്റെ വലിയ സെന്റൻസുകൾ നമ്മൾ കണ്ടു, ചെറുതും കണ്ടു. അപ്പൊ ഈ ചെറിയ സെന്റൻസിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു ഷുഡ് നമ്മൾ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ഷുഡിനെ ഉപയോഗിക്കുമ്പോൾ ഷുഡ് നമുക്ക് നെഗറ്റീവ് ആക്കണ്ടേ? ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മെന്ന് പറയാനാണ് നമ്മൾ ഷുഡ് ഉപയോഗിക്കേണ്ടത്. ഇത് നമ്മൾ നെഗറ്റീവ് ആക്കുമ്പോൾ ഷുഡിന്റെ അർത്ഥം ഷുഡ് നോട്ട്. ഷുഡ് ഓക്സിലറി നെഗറ്റീവ് ആക്കാൻ ഒരു നോട്ട് കൊടുത്താൽ മതി. വേണ്ട എന്നാണ് അർത്ഥം വരുന്നത്. വേണ്ട.
വേണ്ട. അപ്പൊ അതായത് ഐ ഷുഡ് ഗോ, എനിക്ക് പോകണം, എനിക്ക് പോകണ്ട. അങ്ങനെയാണെങ്കിലോ ഐ ഷുഡ് നോട്ട് ഗോ. അതായത് എനിക്ക് ഷുഡ് നോട്ട് എന്ന് പറയുന്നത് ഷുഡിന്റെ ആകും. എനിക്ക് പോകണ്ട, ഐ ഷുഡ് നോട്ട് ഗോ, എനിക്ക് പോകണ്ട. ഇനി ദേ ഷുഡ് ഈറ്റ്, അതെങ്ങനെ മാറും? ദേ ഷുഡ് നോട്ട് ഈറ്റ്, അവർക്ക് കഴിക്കണ്ട. അവർക്ക് കഴിക്കണം എന്നെങ്കിലാണെങ്കിലോ ദേ ഷുഡ് ഈറ്റ്, അവർക്ക് കഴിക്കണ്ട എന്നാണെങ്കിലോ ദേ ഷുഡ് നോട്ട് ഈറ്റ്. വി ഷുഡ് സ്ലീപ്പ്, അവർക്ക് ഉറങ്ങണം. വി ഷുഡ് നോട്ട് സ്ലീപ്പ്, അവർക്ക് ഉറങ്ങണ്ട. വി ഷുഡ് നോട്ട് സ്ലീപ്പ്, അവർക്ക് ഉറങ്ങണ്ട. ഹി ഷുഡ് ടേക്ക്, അവന് എടുക്കണം. ഹി ഷുഡ് നോട്ട് ടേക്ക്, എടുക്കണ്ട എന്നായി മാറി. അവന് എടുക്കണ്ട. അപ്പൊ എന്താണ് ഈ വേർബ് എല്ലാം എന്ത് തന്നെയാണ്? V1 തന്നെയാണ് അല്ലെ. നമ്മൾ ഷുഡ് ചേർത്തപ്പോഴും ഷുഡ് നോട്ട് ചേർത്തപ്പോഴും V1 തന്നെയാണ്. കാര്യം എന്താ? ഓക്സിലറിയിൽ വേർബ് V1 ഫോമിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ. ഇനി നമ്മൾ നേരത്തെ എഴുതിയ സെന്റൻസ് ആണെങ്കിൽ നീ ഫോം ഫില്ല് ചെയ്യണ്ട എന്നാണെങ്കിലോ, ഫില്ല് ചെയ്യണം എന്നാണെങ്കിൽ നമുക്ക് എഴുതണം. എങ്ങനെ എഴുതണം? ഷുഡ് ഫിൽ ഔട്ട് എന്ന് എഴുതണം. ഫില്ല് ചെയ്യണ്ട എന്നാണെങ്കിലോ നീ യു നിങ്ങൾ എഴുതൂ ഷുഡ് നോട്ട് ഫിൽ ഔട്ട് ദിസ് ഫോം. ഈ ഫോം നിങ്ങള് ഫില്ല് ചെയ്യണ്ട. ഷുഡ് നോട്ട് ഫിൽ ഔട്ട്. ഫിൽ ഔട്ടിനൊന്നും ഒരു മാറ്റവും നമ്മൾ വരുത്തിയിട്ടില്ല. ഇതിന്റെ കൂടി ഒരു നോട്ട് ചേർത്തുന്നത് മാത്രമേ ഉള്ളൂ. യു ഷുഡ് നോട്ട് ഫിൽ ഔട്ട് ദിസ് ഫോം. ഇനി നമ്മൾ ഇപ്പോൾ നിങ്ങൾ പോസിറ്റീവ് സെന്റൻസുമായി നെഗറ്റീവ് സെന്റൻസുമായി ഇനി നമ്മൾ ഒരു ഓഫീസിൽ ചെല്ലുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കുകയാണ്. എന്ത് ചോദിക്കുകയാണ്? ഞാൻ ഫോം ഫില്ല് ചെയ്യണോ നമുക്ക് ചോദിക്കണം. ഞാൻ ഫോം ഫില്ല് ചെയ്യണോ എന്ന് നമ്മൾ ചോദിക്കണം. ചെയ്യണോ എന്ന് നമ്മൾ ചോദിക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ ചോദിക്കണം? അതൊരു ക്വസ്റ്റ്യൻ ആയി മാറിയില്ലേ? ചെയ്യണോ. നമ്മൾ ഈ നാ വെച്ചിട്ടുള്ള കളികളാണ് എല്ലാം. നായ്ക്കാണ് ഇവിടെ നമ്മൾ പ്രധാനം കൊടുക്കുന്നത് അല്ലെ. എന്ന് പറയാൻ നമ്മൾ ഷുഡ് കൊടുത്തു. വേണ്ട എന്ന് പറയാൻ ഷുഡ് നോട്ട് കൊടുത്തു. ചെയ്യണോ നോ എന്ന് പറയാൻ നമ്മുടെ ഓക്സിലറിനെ ആദ്യം കൊടുത്താൽ മതി. ഞാൻ ഈ ഫോം ഫില്ല് ചെയ്യണോ എന്നെങ്ങനെ ചോദിക്കും? ഞാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആയി കൊടുക്കണോ? അല്ല, ഇത് നമ്മൾ ക്വസ്റ്റ്യൻ അല്ലേ ചോദിക്കണത്. ക്വസ്റ്റ്യൻ ആവുമ്പോൾ നമ്മൾ ഓക്സിലറി ആദ്യം കൊടുക്കണം. ഷുഡ് നോ എന്നല്ലേ നമുക്ക് വേണ്ടത്. ഷുഡ് സബ്ജക്റ്റ് ആയി ഷുഡ് ആയി നമ്മൾ ഇതേ കാര്യം തന്നെ ഫിൽ ഔട്ട് ദീസ് ഫോം. ഇനി മലയാള സെന്റൻസ് നിങ്ങൾ കൂടെ എഴുതി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ഷുഡ് ഐ ഫിൽ ഔട്ട് ദിസ് ഫോം. ഈ ഫോം ദിസ് ഫോം, ഈ ഫോം ഞാൻ ഫില്ല് ചെയ്യണോ? ക്ലിയർ? ഷുഡ് ഐ ഫിൽ ഔട്ട് ദിസ് ഫോം. ഞാൻ ഈ ഫോം ഫില്ല് ചെയ്യണോ? ക്ലിയർ? ഇനി ഞങ്ങൾ ഡോക്ടറെ കാണണം. ഇനി ഞങ്ങൾക്ക് പനിയായിട്ട് കിടക്കുകയാണ്. നമ്മൾ ചോദിക്കണം ഞങ്ങൾ ഡോക്ടറെ കാണണോ? നോ എന്നാണ്. അപ്പൊ എങ്ങനെ ചോദിക്കാം? ഷുഡ് ഞങ്ങൾ ഡോക്ടറിനെ കാണുന്നതിന് നമ്മൾ എന്താ പറയുന്നത്? സിയോ വാച്ചോ ഒന്നും അല്ലല്ലോ, കൺസൾട്ട് ചെയ്യാന്നാണ് അല്ലെ. ഷുഡ് വി കൺസൾട്ട് ദ ഡോക്ടർ. ഞങ്ങൾ ഡോക്ടറിനെ കാണണോ? ക്ലിയർ ആയല്ലോ? ഷുഡ് വി കൺസൾട്ട് ദ ഡോക്ടർ. ഡോക്ടറിനെ കാണണോ? ക്ലിയർ? അപ്പൊ നമ്മൾ ഇതെന്താണ് പഠിച്ചത്? നോ എന്ന് ചോദിക്കാൻ നമ്മൾ ഷുഡ് ആണ് ഉപയോഗിക്കേണ്ടതെന്ന്. അപ്പൊ നമ്മൾ പറഞ്ഞു ഷുഡ് നോട്ട് എന്ന് പറഞ്ഞാൽ വേണ്ട എന്നാണ് അർത്ഥം. ക്ലിയർ ആയല്ലോ? ഷുഡ് എന്ന് പറയുമ്പോൾ വേണം, ചെയ്യണം, പോകണം. ഷുഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ചെയ്യണ്ട, പോകണ്ട, പറയണ്ട എന്നായി. ഇനി നമ്മൾ എഴുതി ചെയ്യണോ എന്ന് ചോദിക്കണമെങ്കിൽ ആ ഷുഡിനെ ആദ്യം കൊടുക്കാന്ന് പറഞ്ഞു.
ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഞാൻ ഈ ഫോം ഫില്ല് ചെയ്യണ്ടേ? ചെയ്യണ്ട എന്നാണ് നമ്മൾ ഷുഡ് നോട്ട് പറഞ്ഞത്. ഫോം ഞാൻ ഫില്ല് ചെയ്യണ്ടേ എഴുതി വെക്കും നിങ്ങൾ. ചെയ്യണ്ടേ. ഞങ്ങൾ ഡോക്ടറിനെ കാണണ്ടേ എന്നാണെങ്കിലോ ഒന്നുമില്ല. ഷുഡ് നോട്ട്. ഷുഡ് നോട്ട് എന്ന് നമ്മൾ ഇനി ചോദിക്കുന്നതിനേക്കാൾ ഷുഡിന്റ് ഒന്നുമില്ല. ആയി കളർ മാറ്റി എഴുതുക അല്ലെ. ഷുഡിന്റ് നമ്മൾ നോട്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. ചെയ്യണ്ടേ. ഷുഡിന്റ് ഐ ഫിൽ ഔട്ട് ദിസ് ഫോം. ചെയ്യണ്ടേ. ഫില്ല് ചെയ്യേണ്ടേ. ഷുഡിന്റ് ഐ ഫിൽ ഔട്ട് ദിസ് ഫോം. ഞങ്ങൾ ഡോക്ടറിനെ കാണണ്ടേ. ഷുഡിന്റ് വി കൺസൾട്ട് ദ ഡോക്ടർ. ഞങ്ങൾ ഡോക്ടറിനെ കാണണ്ടേ. ക്ലിയർ ആയല്ലോ? അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് ഇതിന്റെ വ്യത്യാസം എല്ലാം ഒന്ന് എഴുതിത്തരാം. നിങ്ങൾ എഴുതി വെക്കുക. നോക്കൂ, പോകണം വരണം അതിന് നമ്മൾ എന്ത് വേണം? ഷുഡ് വേണം. ഞാൻ ഇങ്ങനെ എഴുതിത്തരാം. സബ്ജക്റ്റ് പ്ലസ് ഷുഡ്. വേർബ് V1 ഫോം. പോകണ്ട വരണ്ട അങ്ങനെ പറയണമെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് ഷുഡ് നോട്ട്. പോകണോ വരണോ? നോ എന്ന ചോദ്യമായി മാറിയല്ലേ. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ഷുഡ് ആണ്. ഷുഡ് പ്ലസ് സബ്ജക്റ്റ്. നമുക്ക് തിരിഞ്ഞു വന്നല്ലേ. ഷുഡ് പ്ലസ് സബ്ജക്റ്റ്. പോകേണ്ടേ വരേണ്ടേ അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും? ഷുഡ് നോട്ട് പ്ലസ് സബ്ജക്റ്റ് എന്ന ഫോമിലോട്ട് മാറും. പോകണം വരണം സബ്ജക്റ്റ് ഷുഡ്. പോകേണ്ട വരണ്ട സബ്ജക്റ്റ് ഷുഡ് നോട്ട്. പോകേണോ വരണോ ഷുഡ് പ്ലസ് സബ്ജക്റ്റ്. പോകേണ്ടേ വരണ്ടേ ഷുഡ് നോട്ട് പ്ലസ് സബ്ജക്റ്റ്. ഇതൊന്ന് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കോ. എന്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണെങ്കിൽ നിങ്ങൾ എഴുതി വെക്കോ, എന്തെങ്കിലും ചെയ്യുക. ഓക്കെ. അപ്പൊ ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്ന സെന്റൻസുകൾ നിങ്ങൾ നോക്കുക, എന്നിട്ട് എഴുതുക. നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എഴുതുക. നീ നിന്റെ അസൈൻമെന്റ് കൃത്യസമയത്ത് വെക്കണം. വേഗം നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ ഒന്ന് എഴുതി നോക്കൂ. നീ വെക്കണം. നമ്മൾ അസൈൻമെന്റ് ഒക്കെ എന്താ ചെയ്യേണ്ടത്? സബ്മിറ്റ് ചെയ്യുകയാണ് അല്ലെ. അപ്പോ വെക്കണം. യു ഷുഡ് സബ്മിറ്റ്. ഈ നമ്മെന്ന് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഷുഡ് ഉപയോഗിച്ചത് അല്ലെ. യു ഷുഡ് സബ്മിറ്റ് യുവർ അസൈൻമെന്റ്. നിന്റെ അസൈൻമെന്റ് ഓൺ ടൈം. ക്ലിയർ ആയല്ലോ? യു ഷുഡ് സബ്മിറ്റ് യുവർ അസൈൻമെന്റ് ഓൺ ടൈം. ക്ലിയർ ആയല്ലോ? എങ്ങനെ എഴുതുക? നീ അസൈൻമെന്റ് എഴുതണ്ട. നിങ്ങൾ എഴുതിക്കോ. You shouldn't write assignment. Shouldn't write എഴുതണ്ട. Shouldn't write എഴുതണ്ട അസൈൻമെന്റ്. അവൾ അങ്ങോട്ട് വരണോ? അവൾ അങ്ങോട്ട് വരണോ? No. She should come there. ഇങ്ങനെ എഴുതി എത്ര പേരുണ്ട്? മനസ്സിൽ ചിന്തിച്ച് എത്ര പേരുണ്ട്? തെറ്റിപ്പോയില്ലേ? വരണോന്ന് ക്വസ്റ്റ്യൻ അല്ലേ നമ്മൾ ചോദിച്ചിരിക്കണത്. നോ എന്നുള്ള വരണോ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമുക്ക് ഷുഡാണ് ആദ്യം വേണ്ടത്. ഷുഡ് ഷീ കം there. Should she come there? അവൾ അങ്ങോട്ട് വരണോ? നീ അവനോട് പറയണ്ട. നീ അവനോട് പറയേണ്ട. ഇത് എങ്ങനെയാണെന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ ചെയ്തോളൂ. Should she come there? അവൾ അങ്ങോട്ട് വരണോ? You shouldn't write an assignment. അസൈൻമെന്റ് എഴുതണ്ട. You should submit your assignment. സബ്മിറ്റ് ചെയ്യണം അസൈൻമെന്റ്. അപ്പൊ ക്ലിയർ ആണല്ലോ? ഷുഡിന്റെ ഉപയോഗം ക്ലിയർ ആയല്ലോ?
അപ്പൊ ഇനി നമ്മളിപ്പോ നമ്മുടെ ഓക്സിലറീസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓക്സിലറിയിൽ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങൾ ചോദിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എനിക്കും മനസ്സിലാവുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഓക്സിലറീസോ അല്ലെങ്കിൽ അതിലെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ ഇതിന്റെ മറുപടി നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുക്കുക. ക്ലാസ്സുകൾ മനസ്സിലാകുന്നുണ്ടോ എന്നും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇപ്പൊ അങ്ങനത്തെ ഒരു കമന്റ് ഞാൻ കാണുന്നില്ല. ക്ലാസ്സുകൾ മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്നും കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ ബൈ.